ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നത് പയാന കാർ മ്യൂസിയം മൈസൂരിലാണ്. നമ്മൾ കുറേ പ്രാവശ്യം ബാംഗ്ലൂർ പോണ വഴിക്ക് ഇവിടെ കയറണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പ്രസ് ഹൈവേയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം ഒരു 14 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് എന്തായാലും ഒരു അടിപൊളി ഒരു വിൻറ്റേജ് കാർ മ്യൂസിയമാണ് തോന്നുന്നു. ഏകദേശം മഴ പോലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതും എല്ലാം നോക്കി നോക്കാം. കണ്ടില്ലേ, ആ കാണുന്നത് ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് ഒക്കെ അവിടെ ഉണ്ട്. നല്ല അടിപൊളി നല്ല വിശാലമായിട്ട് ഏരിയയാണ്. അതേപോലെ ഇവിടെ കുറച്ച് ഇരിക്കാനുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. കാരണം നല്ല നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റും അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ കാണാനെല്ലാം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കി നോക്കാം എന്തൊക്കെയാണ് കാർ മ്യൂസിയത്തിൽ ഏതൊക്കെയാണ് വണ്ടികളുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ടിക്കറ്റ്സ് വേണം. അടിപൊളി ആംബിയൻസും കാര്യങ്ങളെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്. ടിക്കറ്റ്സ് വരുന്നത് 75 പേഴ്സണാണ്. 150 ആണ്. 2 പേരുള്ളത് 150 ആണ്. പാർക്കിങ്ങിന് വേറെ ഫീസും കാണുന്നില്ല. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ മൊത്തം ഒരു ഔട്ട്ലൈൻ മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ ഹൈവേ ആണ്. ഇതാണ് മ്യൂസിയം വന്നിരിക്കുന്നത്. നമ്മൾ പഴയ കാർട്ടിൻ്റെ ഓരോ ടയറാണ്, വീൽസാണ്. കണ്ടില്ലേ, എല്ലാ വെറൈറ്റി വുഡ് പോലെയുള്ള ഉണ്ട്. അതിന് ബോർഡർ കൂടെ ഒരു ഇരുമ്പിൻ്റെ ലൈനിങ് ഉണ്ട്. അതേപോലെ തന്നെ അത് ഫുള്ള് ഇരുമ്പാണ്. കാരണം അതിൻ്റെ എവല്യൂഷൻ ഓഫ് വീൽസ് പറഞ്ഞിട്ട് ഓരോ BC 10,000 BC ഇന്ന വീൽസ് ഉപയോഗിച്ചത്. പിന്നെ അങ്ങനെ ഓരോ BC 2500 BC 1845 1920 പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ 1893 1960 ആകുമ്പോഴത്തേക്കും അലോയ് വീൽസ് നാളൊക്കെ എല്ലാം വന്നിട്ടുണ്ട്. 1960 ആകുമ്പോഴത്തേക്കും അലോയ് വീൽസ് നാളെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ഏജിലുള്ള ഓരോ വീൽസിൻ്റെ ഓരോ എവല്യൂഷൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. പലതരം വീൽസ് കണ്ടേ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ല, ഇതൊരു കാർബറേറ്ററാണ്. ഈ വണ്ടിയുടെ കാർബറേറ്റർ SU കാർബറേറ്റർ കണ്ടോ. ഡൈനാമോ കാരണം ഡൈനാമോ അല്ല, ബാറ്ററി ചാർജ് ചെയ്യുന്ന ഡൈനാമോ. ഇത് ടർബോ ചാർജർ അല്ലേ, ഇപ്പോൾ നമ്മൾ ടർബോ കാണുന്ന ടർബോ ചാർജറാണിത്. പിന്നെ ഇത് ഫ്യൂവൽ പമ്പ്, മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്. അതിനൊരു എക്സ്പ്ലനേഷനാണ് അതിൻ്റെ വർക്കിംഗ് ആണെല്ലാം. അതുപോലെ തന്നെ ഇത് സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ പഴയ ടൈപ്പ് സാധനങ്ങൾ കാണും. ഇത് ഓസ്റ്റിൻ മാർട്ടിൻ വണ്ടി 1938 മോഡൽ ഓസ്റ്റിൻ 12/6 ഹാർലി വണ്ടിയുടെ 6 സിലിണ്ടർ എഞ്ചിനാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ചേസും അതേപോലെ തന്നെ ചേസും എഞ്ചിനും കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഓരോ എഞ്ചിൻ്റെ ഓരോന്ന് മോഡൽസ്. പിന്നെ അതേപോലെ തന്നെ 4 സ്ട്രോക്ക് എഞ്ചിൻ, പഴയ കാലത്തെ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ. പിന്നെ 2 സ്ട്രോക്ക് എഞ്ചിൻ ഒക്കെ പഴയ കാലത്തിട്ട്. പിന്നെ സോളക്സ് കാർബറേറ്റർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു അടിപൊളി കാർ മ്യൂസിയം ആയിട്ട്. ഇതാ കണ്ടോ, താഴത്തും എല്ലാം അല്ലേ, താഴത്ത് കാണാനെല്ലാം ഉണ്ട്. അതിപ്പോൾ മുകളിലും ഒക്കെ വിൻറ്റേജ് കാർസ് ഉണ്ട്. കുറച്ചും കൂടി നമ്മളിപ്പോൾ അടുത്ത കാലത്തെ കാർസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും, കാണിച്ചു തരാം. അതേപോലെ തന്നെ കണ്ടില്ലേ, നമ്മളെ കാള വണ്ടി പഴയ ടൈപ്പുള്ള നമ്മൾ തേന്മാമി കൊമ്പത്ത് കണ്ട ടൈപ്പില്ലേ, അങ്ങനത്തെ അല്ലേ, അതിൻ്റെ പഴയ സാധനങ്ങൾ ഓരോ വെറൈറ്റി മോഡൽസ് കാണാനുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾസ് ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് കണ്ടോ, ഒരു അടിപൊളി അല്ലേ, ഒരു വലിയൊരു ഐറ്റം. ഇത് റോൾസ് റോയ്സ് ആണ് കേട്ടോ വണ്ടി. ഈ കാണുന്നത് റോൾസ് റോയ്സ് ആണ്. റോൾസ് റോയ്സ് 1924 മോഡലാണ്. ഇതും 6 സിലിണ്ടർ എഞ്ചിനാണ്. ഏകദേശം 50 HP ആണ് BHP വരുന്നത്. പിന്നെ ടോപ്പ് സ്പീഡ് 105 105 km/h ടോപ്പ് സ്പീഡ് വരുന്നത്. ഇതിലെ ജസ്റ്റ് റാൻഡമായി കാണിച്ചു തരാം. ഇത് 1931 ഫിയറ്റിൻ്റെ മോഡലാണ്. അതിൽ ഒക്കെ ഭയങ്കര വലിയ സൈസുള്ള ഹ്യൂജ് ആയിട്ടുള്ള വണ്ടികളാണ്. ഇത് 1929 മോഡൽ. ഇത് 1934 മോഡൽ ഓസ്റ്റിൻ മാർട്ടിൻ. പിന്നെ ഇത് ഫോർഡ് 1946 മോഡൽ ഫോർഡാണിത്. അതേപോലെ തന്നെ 1947 മോറിസ്. പിന്നെ 1950 ഓസ്റ്റിൻ A40. ഇവിടെ ഓസ്റ്റിൻ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാം അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 1947 മോഡൽ ഫ്രേസർ F47 മാൻഹാത്തൻ എന്നുള്ള സെറ്റപ്പ് വണ്ടി. ഇതിൻ്റെയൊക്കെ ബോഡിയൊക്കെ അത്രയും സ്ട്രോങ് ആയിരിക്കും കേട്ടോ. ഫുള്ള് കണ്ടില്ലേ, ഒരു ഫുൾ മെറ്റൽ കാര്യങ്ങളും. പിന്നെ 1929 മോഡൽ വണ്ടിയാണിത്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വണ്ടിയാണ്. അടുത്ത് നമുക്ക് ബൈക്കിൻ്റെ കുറച്ച് ഐറ്റംസ് കാണാം കേട്ടോ. ഇത് നമ്മളെ ജാവ നമുക്കെല്ലാം അറിയാമല്ലോ. നമ്മൾ ലാംബർട്ട് ഉണ്ട്, പിന്നെ നമ്മൾ RX100 ഉണ്ട്. അതൊക്കെ നമ്മൾ ഏകദേശം കണ്ടതാണ്. ഇത് ഈ കാണുന്നത് ട്രയംഫിൻ്റെ ഓൾഡ് മോഡലാണ്. പിന്നെ നമ്മുടെ എക്സ്പ്ലോറർ കൊണ്ട് വണ്ടിയുണ്ട്. പിന്നെ വിക്ടോറിയ, അതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ കാണാത്ത വണ്ടികളായിരിക്കാം.
പിന്നെ അതാ കണ്ടില്ലേ രാജ്ദൂത്, ഒരു സ്കൂട്ടർ നമുക്ക് കാണാം. പിന്നെ നമ്മളെ കണ്ടില്ലേ റോയൽ എൻഫീൽഡ്, ഇത് നമ്മൾ കണ്ട വണ്ടികളാണ്. ഇത് കാണുന്നത് ഒരു 1952 മോഡൽ ഹിൽമാൻ മീൻസ് എന്ന വണ്ടിയാണ്. ഒരു 4 സിലിണ്ടർ വണ്ടിയാണ്. ഏകദേശം 110 km/h ഇതിൻ്റെ സ്പീഡ് വരുന്നുള്ളത്. ഇത് 1952 ഓസ്റ്റിൻ A40 സോമർസെറ്റ്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഓസ്റ്റിൻ A40 കണ്ടിരുന്നു, പക്ഷേ ഇത് വേറെ എഡീഷനാണ്. ഇത് സോമർസെറ്റ് പറഞ്ഞ എഡീഷനാണ്. പിന്നെ ഇത് 1952 നമ്മുടെ ഹിന്ദുസ്ഥാൻ 40, നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സാണ് നമ്മൾ അംബാസഡർ ബ്രാൻഡിൻ്റെ. 1955 കണ്ടേ ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ. പിന്നെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പഴയ മൂവീസിലൊക്കെ ഇഷ്ടംപോലെ കണ്ടതാണ് നമ്മൾ. അല്ല അംബാസഡർ 1961 ഹിന്ദുസ്ഥാൻ അല്ലേ, അംബാസഡർ മാർക്ക് 2 വണ്ടിയാണ്. അതൊക്കെ നമ്മൾ കണ്ട വണ്ടിയാണ്. കണ്ടത് 1955 ഷെവർലെ ബെൽ എയർ പറഞ്ഞ വണ്ടിയാണ്. കുറച്ച് ലോങ് ആയിട്ടുള്ള വണ്ടിയാണ് അല്ലേ. പഴയ കാലത്തെ വണ്ടീസൊക്കെ ശരിക്കും കാറുകളൊക്കെ നല്ല അടിപൊളി, എന്താ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയായിരിക്കും. പിന്നെ കാണാൻ ഭയങ്കര ഭംഗി, പിന്നെ ഭയങ്കര ലെങ്ത്തും കാണാനൊക്കെ ഉണ്ട്. ഇത് 1955 മോഡൽ സ്റ്റുഡി ബേക്കർ, നമ്മൾ കേട്ട ബ്രാൻഡാണ് സ്റ്റുഡിയോ ബേക്കർ, അമേരിക്കൻ ബ്രാൻഡാണ്. ഇതും ഒരു 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 145 km/h അതിൻ്റെ സ്പീഡ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടി നമ്മൾ ബാക്കി വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനാണ് ടോപ്പ് സ്പീഡ് കണ്ടിട്ടുള്ളത്. ഇതൊരു 1960 മോഡലാണ്. ഇത് മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ് ഈ വണ്ടി. ഇത് പീജിയോട്ടിൻ്റെ വണ്ടിയാണ്. ഇത് 140 km/h സ്പീഡ് വന്നിട്ടുള്ളത്. എല്ലാവരും കേട്ട പരിചയ പേരാണ് ഷെവർലെൻ്റെ ഇംപാല. പഴയ വണ്ടിയാണ്, ഭയങ്കര ലെങ്ത്താണ്. പഴയ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഇഷ്ടംപോലെ കണ്ട വണ്ടിയാണ്. പഴയ കണ്ട അതിൻ്റെ ലെങ്ത്ത് നോക്കി നോക്കൂ. ഏകദേശം നമ്മളൊരു മിനി ട്രക്കിൻ്റെ അല്ലേ ലെങ്ത്ത് കണ്ടില്ലേ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ മൈസൂർ ബാംഗ്ലൂർ പോണ വഴിക്ക് മ്യൂസിയം തീർച്ചയായും വിസിറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മളെപ്പോഴും കയറുന്ന വിചാരിക്കും, പക്ഷേ നമുക്ക് ടൈം കിട്ടാറില്ല. പക്ഷേ ഇത് എന്തായാലും കാണണം. ഇത് 1965 ഞാൻ പറഞ്ഞില്ലേ ഷെവർലെ ഇംപാല. ഇത് 6 സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 154 km/h ആണ് ഇതിൻ്റെ സ്പീഡ് വന്നിട്ടുള്ളത്. ഇത് മെയ്ഡ് ഇൻ അമേരിക്കയാണ്. അതേപോലെ ഇനി കാണുന്നത് ഇത് കണ്ടോ, ഇത് 1967 മോഡൽ ഹിൽമാൻ ഹണ്ടർ പറഞ്ഞ വണ്ടിയാണ്. അതേപോലെ ഇത് കാണുന്നത് 1965 മോഡൽ ഓപ്പലാണ്. ഓപ്പൽ റെക്കോർഡ് സീരീസ് ബി എന്നാണ് പേര്. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. 137 km/h ആണ് ഇതിൻ്റെ സ്പീഡ് വന്നിട്ടുള്ളത്. ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. റിയറിൽ ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ടിൽ ഡ്രം ബ്രേക്ക്, അതൊക്കെയാണ്. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ലാസ്റ്റ് ലെവലിൽ കുറച്ചും അഡ്വാൻസ്ഡ് ആയി വന്നു കാര്യങ്ങൾ. ഫസ്റ്റ് ഫ്ലോറിൽ ഇതൊക്കെയാണ് കാഴ്ചകൾ വരുന്നത്. അതാണ് ടോപ്പ് ഫ്ലോറിൽ ഇപ്പോൾ എല്ലാം കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടത് സ്കോഡ വണ്ടിയാണ് കേട്ടോ. സ്കോഡ പോപ്പുലർ 420 റോഡ് സ്റ്റർ വണ്ടിയാണ് സ്കോഡ. ഇതിങ്ങനെ നേരെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ്മെൻറ്റിലും വണ്ടികൾ കാണാൻ പറ്റും. കുറച്ചും കൂടി നമ്മുടെ ജീപ്പ് ടൈപ്പ് കാറിലൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കുറച്ചും കൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് മീൻസ് കുറച്ചും കൂടി ഇത് കുറച്ചും കൂടി ലേറ്റായ വണ്ടി. ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് അപ്ഡേറ്റഡ് ആയ മോഡൽസാണ് നമ്മളിത് കാണാൻ പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലേ ആ പ്ലെയിന്. ഒരു കാണേണ്ട ഫ്ലോർ ആട്ടോ. അത്യാവശ്യം ഹെവി ട്രക്സ്, അതേപോലെ തന്നെ കുറച്ച് പ്രീമിയം ബ്രാൻഡ്സിൻ്റെ വണ്ടികളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്കൂട്ടേഴ്സൊക്കെ കാണട്ടോ. നമ്മൾ ബജാജിൻ്റെ ചേതക്ക്, പ്രിയ ഇതൊക്കെ കാണാൻ പറ്റും. കണ്ടോ ഇത് കണ്ടോ, ഈ ട്രക്ക് നോക്കി നോക്കും. ഭയങ്കര ബൾക്കിയായിട്ടൊരു ആർമി ട്രക്കിലാണ്. ടയറും ബോഡിയൊക്കെ നോക്കി നോക്കൂ. ഇത് 1981 മോഡൽ ഒരു മിലിറ്ററി ക്രാസ് 260 മിലിറ്ററി ട്രക്കാണ്. സോവിയറ്റ് യൂണിയൻ അക്കാലത്തുള്ള വണ്ടിയാണ്, അവിടെ മാനുഫാക്ചർ ചെയ്ത വണ്ടിയാണ്. 63 km/h സ്പീഡ്. ഇത് 1945 മോഡൽ ഷെവർലെ മിലിറ്ററി ട്രക്കാണ്. ഇത് 1967 മോഡൽ ഒരു വണ്ടിയാണ്. അതേപോലെ കണ്ട ഒരു ജീപ്പ് പോലത്തെ ഒരു വണ്ടി 1953 മോഡൽ ഗ്യാസ് 69. പിന്നെ ഈ സാധനം നോക്കി നോക്കൂ. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ലല്ലേ. ഇതൊക്കെ ആ കാലത്തിലൊക്കെ ഫുൾ അതിൻ്റെ ചേസൊക്കെ നോക്കി നോക്കൂ. നമുക്കിത് ഡാമേജ് ആകാൻ നല്ല പണിയാണ്. അത് 2001 മോഡൽ കാസ്പിയർ മാർക്ക് 2 വണ്ടിയാണ്. ഇത് മെയ്ഡ് ഇൻ ജർമ്മനാണ്. ഇത് വില്ലീസാണ് 1958 മോഡൽ വില്ലീസ് പിക്കപ്പ് മോഡലാണത്. പിന്നെ ഇതൊക്കെ നിങ്ങൾ പഴയ മൂവീസിലൊക്കെ കണ്ട പഴയ ഫോർഡിൻ്റെ ലോറി
1948 മോഡൽ 4 ട്രക്ക് V8. ഇത് 8 സിലിണ്ടർ വരുന്നത്. അതേപോലെ തന്നെ ഇത് ടാറ്റ 1973 മോഡൽ 1210D. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. 6 സിലിണ്ടറാണ് വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ജീപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് വില്ലീസാണ്. ഇത് കർണാടകയിലെ യൂസ് ചെയ്ത വണ്ടിയാണ്. പവർ വാഗൺ ഏതാ ബ്രാൻഡ് നമുക്ക് നോക്കി നോക്കാം. ഇത് ഡോഡ്ജിൻ്റെ പവർ വാഗൺ മോഡലാണ്. 1946 ഡോഡ്ജ് പവർ വാഗൺ 6 സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 130 km/h സ്പീഡ്. ഹൈഡ്രോളിക് ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ബ്രേക്കൊക്കെ ഹൈഡ്രോളിക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ കർണാടകയിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. പഴയ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന വണ്ടിയാണ്. പിന്നെ നമുക്കിവിടെ BMW കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കണ്ട വണ്ടിയാണ്. 1993 മോഡൽ BMW E32 7 സീരീസ് വണ്ടിയാണ്. ഇതൊക്കെ നമ്മുടെ മെഴ്സഡീസ് ബെൻസ് ഒക്കെ നമ്മൾ കണ്ട 2008 മോഡൽ മെഴ്സഡീസ് ബെൻസ് ആണ് ഈ സീരീസ്. അതേപോലെ തന്നെ 1980 മോഡൽ മെഴ്സഡീസ് ബെൻസ് 240D. 1990 മോഡൽ കൊറോള വണ്ടിയാണ്. ടയോട്ട കൊറോളയാണ്. അതേപോലെ തന്നെ ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് ജാഗ്വറാണ്. ഇതൊക്കെ നമുക്ക് ദുബായിൽ ഇപ്പോഴും കാണാൻ പറ്റുന്ന മോഡലാണ്. 2005 മോഡൽ ജാഗ്വർ XJ6 മോഡലാണ്. ഇത് നമുക്കറിയാം ജാഗ്വർ മെയ്ഡ് ഇൻ UK. ഈ വണ്ടി മാനുഫാക്ചർഡ് ഇൻ UK ആണ്. അതേപോലെ തന്നെ 6 സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത്. ഏകദേശം 233 km/h സ്പീഡ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി ഒരു 235 bhp ഹോഴ്സ് പവർ വന്നിട്ടുണ്ട്. ഭയങ്കര പ്രീമിയം ആയിട്ട് വണ്ടിയില്ല. ഇപ്പോഴും കൊണ്ടുവരുന്നത് നല്ല അടിപൊളി ലുക്കായിട്ടുള്ള വണ്ടിയാണല്ലേ. ലക്ഷറി ആയിട്ടുള്ള വണ്ടിയാണിത്. അതേപോലെ തന്നെ ഇത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ് കാണുന്നത്. ഇത് DL രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതും 1989. ഇത് കാഡിലാക്കാണ്. കാഡിലാക്ക് ഇപ്പോഴും ബ്രാൻഡ് ഉണ്ട്. നമുക്ക് ഗൾഫ് കാണാൻ പറ്റും. ഇതിൻ്റെ SUVs കാണാനെല്ലാം സെഡാൻസൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതേപോലെ ഇത് കണ്ടോ, ഇതാണ് മസ്ദ. ഇത് മസ്ദയുടെ ഒരു ഓൾഡ് മോഡലാണ്. ഇത് നമുക്ക് ഒരു റെഡ് ആൻഡ് അല്ല ഒരു റെഡ് ബ്ലാക്ക് കോംബോക്ക് കർണാടക വണ്ടിയാണ്. ഇത് മസ്ദ 1997 മോഡൽ മസ്ദ ലൂസ് 1500 SS/h മോഡലാണിത് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇത് 1987. ഇതൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ. ചെറുപ്പകാലത്തേക്ക് വണ്ടി കണ്ട വണ്ടിയാണ്. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് വണ്ടി കാണാൻ പറ്റും. 1987 സ്കാനൽ 2000 മോഡൽ. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ വണ്ടിയാണിത്. ഇതൊരു 4 സിലിണ്ടർ വണ്ടി 2000 cc വണ്ടിയാണ് വരുന്നത്. പിന്നെ നമ്മുടെ പഴയ അംബാസഡർ, കോണ്ടസ എല്ലാം കാണാം. പണ്ടത്തെ മെറ്റഡോർ, ഫോഴ്സിൻ്റെ മെറ്റഡോർ ഫുള്ള് ഒന്ന് കളർ ചെയ്ത് പുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഫുള്ള് ഗ്രാഫിക്സൊക്കെ കൊടുത്ത് 1996 മോഡൽ ടെമ്പോ മെറ്റഡോറാണ്. F307 മോഡൽ. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു 1985 മോഡൽ സിപ്പാനി ഡോൾഫിൻ സെലൂൺ പറഞ്ഞ വണ്ടിയാണല്ലോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വണ്ടിയാണ്. ഇതൊരു 4 സിലിണ്ടർ വണ്ടി വന്നിട്ടുള്ളത്. കണ്ടില്ലേ, 4 സിലിണ്ടർ വണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇതൊരു 4 സ്പീഡ് ഗിയർ ബോക്സ്. ഏകദേശം നമ്മൾ 800 ലുക്കിൽ വണ്ടി. സിപ്പാനി ഡോൾഫിൻ സെലൂൺ എന്നാണ് വണ്ടിയുടെ പേര് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് മാരുതി 800 കാണാം, എല്ലാം കാണാം. പിന്നെ ഇവിടെ കുറച്ച് നമുക്ക് അംബാസഡർ ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് കാണാൻ പറ്റും. കണ്ട് പീസായിട്ട് അതിൻ്റെ ഡോറ് വേറെ, ചേസ് വേറെ, ടയർ വേറെ, റിമ്മ് വേറെ, എൻജിൻ വേറെ. നല്ല അടിപൊളിയല്ലേ, അടിപൊളിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഫുഡ് വേറെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഒരു മിനി JCB കാണാം അല്ലേ. ഇത് ഫീൽഡ് മാർഷൽ ട്രാക്ടർ അല്ലേ, ഒരു മിനി JCB. ഇത് ഗുജറാത്തിൽ ഉണ്ടാക്കിയ വണ്ടിയാണ്.